RTX 3070 ഒരു ഡെഡായ കാർഡാണോ അതോ ഇപ്പോഴും ഈ കാർഡിന് ഒരു വർത്തുണ്ടോ? 2026 RTXനെ കുറിച്ച് രണ്ട് അഭിപ്രായമാണ് റെഡിറ്റിലുള്ളത്. ഒരു സൈഡ് പറയുന്നത് RTX 3070 ഇപ്പോഴും ഒരു പവർഫുൾ കാർഡാണെന്ന്. മറ്റൊരു സൈഡ് പറയുന്നത് ഇതിൽ 8GB VRAM ആണ് വരുന്നത്, ഫ്യൂച്ചറിൽ വലിയ യൂസ് കേസ് ഒന്നുമില്ലെന്നാണ്. ശരിക്കും ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. റോ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ RTX 3070 ഇന്നും ഒരു വീക്ക് കാർഡല്ല. 1080p ഗെയിമിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഓവർകിൽ പെർഫോമൻസ് ആയിരിക്കും ഈ കാർഡ് തരുന്നത്. CS2, ഫോർട്ട്നൈറ്റ്, ഓവർവാച്ച് പോലെയുള്ള കോമ്പറ്റീറ്റീവ് ഗെയിംസിന് ഹൈ റിഫ്രഷ് റേറ്റ് ആണ് ഈ കാർഡ് നൽകുന്നത്. ഓൾഡർ AAA ഗെയിംസിൽ ഹൈ സെറ്റിംഗ്സിൽ സ്മൂത്തായി റൺ ചെയ്യാനും ഈ കാർഡ് സഹായിക്കും. ഈ കാർഡിന്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് 4K ഗെയിമിംഗ് തൊട്ടാണ്. മോഡേൺ AAA ഗെയിംസ്, അൾട്രാ ടെക്സ്റ്റേഴ്സ്, ഹെവി റേ ട്രേസിംഗ് ഒക്കെ എനേബിൾ ചെയ്ത് കളിച്ചാൽ 8GB VRAM ഫുൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. VRAM ഫുൾ ആയി കഴിഞ്ഞാൽ ആവറേജ് FPS മാത്രമല്ല 1% ക്രാഷ് ആവാനും സാധ്യതയുണ്ട്. RTX 3070 ഒരു വീക്ക് കാർഡ് അല്ല, GPU കോർ സ്റ്റിൽ ഇതിൽ പവർഫുൾ ആണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർഫുൾ എഞ്ചിൻ ഉണ്ട്, പക്ഷേ ചെറിയൊരു ഫ്യൂൽ ടാങ്ക് ആണ് വരുന്നത്. സോ ഹൈ ടെക്സ്റ്റേഴ്സ്, റേ ട്രേസിംഗ് ഒക്കെ ഡിസേബിൾ ചെയ്ത് വെക്കേണ്ടി വരും. ബാക്കി കുറച്ച് ലിമിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ RTX 3070 പുതിയ ഗ്രാഫിക്സ് കാർഡിന്റെ ഫീച്ചേഴ്സ് ഒന്നും കിട്ടത്തില്ല. ഫ്രെയിം ജനറേഷൻ, AV1 എൻകോഡിംഗ് എക്സെട്ര. ശരിക്കും ഈ കാർഡ് പർച്ചേസ് ചെയ്യണോ? യൂസ്ഡ് മാർക്കറ്റിൽ അറൌണ്ട് 20Kക്ക് നല്ലൊരു കണ്ടീഷനിൽ ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ 1080p ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു സോളിഡ് ഓപ്ഷൻ ആണ്. മറിച്ച് 4K ഗെയിമിംഗും ലോങ് ടൈം യൂസ് കേസ് ആണ് നോക്കുന്നെങ്കിൽ 12GB അല്ലെങ്കിൽ 16GB ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നതായിരിക്കും സ്മാർട്ട് ചോയ്സ്. സോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് RTX 3070 ആണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അത് ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ.